പാലക്കാട് കൊട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സിദാനും റാജിക്കും. അതേ സെയിം സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഷഹജാസ്. മൂവരും അയൽവാസികളും ഉറ്റ ചങ്ങാതിമാരുമാണ്. പതിവ് പോലെ സ്കൂൾ ബസ്സിൽ കയറാനായി അവർ റോഡിലെത്തി. റോഡിന് സമീപത്തെ ചെറിയ റോഡിനും മതിലിനും ഇടയിലായി ഒരു വൈദ്യുത പോസ്റ്റുണ്ട്. അതിലെ റാജിക്കിന് ഒരു മോഹം തോന്നി. എന്താണെന്നറിയാമോ? പോസ്റ്റിലെ ഫ്യൂസിലൊന്ന് പിടിക്കണമെന്ന്. അപ്പോൾ 7ാം ക്ലാസ്സുകാരനെ ഷഹജാസ് അവനോട് പലതവണ പറഞ്ഞു ഷോക്ക് അടിക്കുമെന്ന്. അവൻ്റെ ഉപദേശമൊന്നും ഇവൻ ചെവിക്കൊണ്ടില്ല. അവൻ്റെ ആവേശത്തിൽ റാജിക്ക് മതിലിൽ കയറി ഫ്യൂസിൽ തൊട്ടു. ഉടൻ തന്നെ ഷോക്കേറ്റു. ഫ്യൂസിൽ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു റാജിക്ക്. ഇറങ്ങാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അവൻ തയ്യാറായില്ല. അപ്പോൾ ഷഹജാസ് റാജിക്കിൻ്റെ ഷൂസിൽ പിടിച്ച് വലിച്ചു. ഇതോടെ ഷഹജാസിനും ഷോക്കേൽക്കുകയായിരുന്നു. കൈ പെട്ടെന്ന് തെന്നി മാറിയതിനാൽ അപകടം ഒഴിവായി. ഇത് കണ്ട് അവൻ്റെ കൂട്ടുകാരൻ സിദാൻ അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവന് മനസ്സിലായി ഷോക്ക് ഏറ്റിരിക്കുകയാണെന്ന്. ഉടൻ തന്നെ സമീപത്ത് കിടന്നിരുന്ന ഒരു ഉണക്ക വടിയെടുത്ത് ശക്തിയായി അടിച്ചു. തലയ്ക്ക് കൊടുത്ത 3ാമത്തെ അടിയിലാണ് ഫ്യൂസിൽ നിന്നും റാജിക്കിൻ്റെ കൈ വേർപെട്ടു വന്നത്. അവൻ താഴെ വീണു. അതുവഴി വന്ന ബൈക്ക് യാത്രികനോട് കാര്യം പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷമാണ് റാജിക്കിന് സംസാരിക്കാനായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. റാജിക്കിൻ്റെ ഉള്ളംകൈയിലും പുറത്തുമൊക്കെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കുസൃതി വരുത്തി വെച്ച വിനയാന്ന് നാം ഓർത്തോണം. സിദാന്റെ സമയോചിത ഇടപെടലിൽ തിരികെ ലഭിച്ച ജീവൻ സിദാന്റെ ഉമ്മയുടെ ബന്ധുവിന് ഷോക്കേറ്റതാണ് റാജിക്കിന് തുണയായത്. ഉണക്കക്കമ്പ് കൊണ്ട് അടിച്ചാൽ രക്ഷിക്കാമെന്ന് ഉമ്മയുടെ വായിൽ നിന്നാണ് സിദാൻ കേട്ടത്. മനഃശക്തി വീണ്ടെടുത്ത് അമ്മ നൽകിയ ഉപദേശം ആവശ്യ സമയത്ത് ഉപയോഗിച്ച് കൊച്ചുമിടുക്കൻ ഇപ്പോൾ നാട്ടിലെ താരമാണ്. സ്കൂളിലെ PTA യും സ്റ്റാഫ് കൗൺസിലും അനുമോദനവും നൽകിയിട്ടുണ്ട്.